മൊബൈൽ സിം കാർഡുകൾ എടുക്കാനെത്തുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കുന്ന സംഭവത്തിൽ ഒരാൾ പിടിയിൽ. വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഈസി റീചാർജ് കൂപ്പണുകളും വിൽപ്പന നടത്തുന്ന കൊണ്ടോട്ടി ഒളവട്ടൂർ മായക്കര പാറച്ചാലിൽ അബ്ദുൾ ഷമീറിനെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലയിൽ 2023 നവംബർ മാസത്തിൽ BSNL സിം കാർഡുകൾ ഒന്നിച്ച് ആക്ടീവാവുകയും പിന്നീട് ഡീആക്ടീവായ പ്രസ്തുത സിം കാർഡുകൾ മറ്റു കമ്പനികളിലേക്ക് പോർട്ടായി എന്നുമുള്ള രഹസ്യ വിവരം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ IPSന് ലഭിച്ചിരുന്നു. സംഭവം അന്വേഷിക്കുവാനായി സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി. വിശദമായ അന്വേഷണത്തിൽ 180ഓളം BSNL സിം കാർഡുകൾ ഇത്തരത്തിൽ ഒന്നിച്ച് ഡീആക്ടിവേറ്റായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായി പോയി എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. ഇത്തരത്തിൽ സിം കാർഡ് ഉടമകളുടെ വിലാസം പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ BSNL സിം കാർഡുകൾ എടുത്തിട്ടില്ലെന്നും ആ മാസങ്ങളിൽ മറ്റ് കമ്പനികളുടെ സിം കാർഡുകൾ എടുത്തിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ആക്ടിവേഷൻ തീയതി നോക്കിയതിൽ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്ടീവായതായി കണ്ടെത്തി. ആരെങ്കിലും സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി സമീപിക്കുന്ന സമയം ഉപഭോക്താവ് അറിയാതെ BSNL ബയോമെട്രിക്കിൽ ഫിംഗർ പ്രിന്റോ ഫോട്ടോയിൽ നിന്ന് കണ്ണിന്റെ പ്രിന്റോ 2-3 പ്രാവശ്യം എടുത്ത മറ്റ് സിം കാർഡ് എടുക്കുന്നതാണ് പ്രതിയുടെ പതിവെന്ന് പോലീസ് മനസ്സിലാക്കി. പ്രതിയെ കൊണ്ടോട്ടി മായക്കരയിലെത്തി ചോദ്യം ചെയ്തതിൽ സിം കാർഡുകൾ സിം ഫെസ്റ്റ് നടത്തി വിൽപ്പന നടത്താറുണ്ടെന്നും ഫ്രീ സിം കാർഡുകൾ ആക്ടീവാക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു. കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഉപഭോക്താവിന്റെ പേരിൽ ആക്ടീവാക്കുന്ന ഇത്തരം സിം കാർഡുകൾ 90 ദിവസത്തിന് ശേഷം മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രതിയുടെ സുഹൃത്തിന് ഒരു സിം കാർഡിന് 50 രൂപ നിരക്കിൽ യുണീക് പോർട്ടിംഗ് കോഡ് കസ്റ്റമർ അറിയാതെ ജനറേറ്റ് ചെയ്ത വിൽപ്പന നടത്തുന്നതായും ആയതിന് മാസം 3000 മുതൽ 5000 രൂപ വരെ കമ്മീഷനായി ലഭിക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു. ഇതിനായി പ്രതി വിവിധ മൊബൈൽ കമ്പനികളുടെ POS ആപ്ലിക്കേഷനുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർന്ന് പ്രതിയുടെ താമസ സ്ഥലം പരിശോധന നടത്തിയതിൽ ആക്ടീവ് ചെയ്യാത്ത 1500ഓളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും 1000ൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച 1.5 ലക്ഷത്തിൽ പരം രൂപയും കണ്ടെടുത്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ UPC കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ ജില്ലാ സൈബർ സ്ക്വാഡിലെ ASIമാരായ റിയാസ് ബാബു, അനീഷ് കുമാർ, വിമല, CPOമാരായ EG പ്രദീപ്, മൻസൂർ അയ്യോളി, റാഷിദ് കൊണ്ടോട്ടി, ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളായ SCPO സഞ്ജീവ്, രതീഷ്, സബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.